ധന്യനായ കർത്താവിന്റെ മഹത്വം എല്ലാവർക്കും പ്രഭാതവന്ദനം. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ചെയ്യും. അപ്പോൾ ദൈവത്തിന്റെ വചനം ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, തിന്മയോട് നിങ്ങൾ എന്ത് ചെയ്യരുത്, തോൽക്കരുത്. തിന്മയോട് തോൽക്കുവാനല്ല ദൈവത്തിന്റെ ജനത്തെ ദൈവം അഭിഷേകം ചെയ്തേക്കും. പക്ഷെ തിന്മയെ നമുക്ക് ജയിക്കുവാൻ കഴിയും. എങ്ങനെ? നന്മയാൽ തിന്മയെ ചെയ്യും. അതിന് മുന്നിലുള്ള വേദഭാഗങ്ങൾ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: ആർക്കും നിങ്ങൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാൻ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായി മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരോടും, നിങ്ങളോട് തിന്മ ചെയ്യുന്നവരോടാണെങ്കിൽ പോലും സകല മനുഷ്യരോടും നിങ്ങൾ എന്ത് ചെയ്യണം? സമാധാനമായിരിക്കാൻ ശ്രമിപ്പി. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിന് ഇടം കൊടുക്കും. അപ്പോൾ ദൈവം കോപിക്കുന്നവനാണ്. അപ്പോൾ നീ നന്മ ചെയ്തിട്ട് മറ്റൊരുവൻ മുഖാന്തരം മറ്റുള്ളവർ നിമിത്തം തിന്മ അനുഭവിക്കുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ അവരോട് സമാധാനമായിരിക്കാൻ ശ്രമിക്കുകയും നന്മയാൽ ആ തിന്മയെ ജയിപ്പാൻ ദൈവവരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ നീ തന്നെ പ്രതികാരത്തിന് ശ്രമിക്കേണ്ട കാര്യം. നിന്നോട് ദോഷം ചെയ്യുന്ന ഒരു വ്യക്തിയോട് നീ എന്ത് ചെയ്യാൻ പാടില്ല? പ്രതികാരത്തിന് ശ്രമിക്കാതെ ദൈവ കോപം അവിടെ. കാരണം നീ ദൈവത്തിന്റെ വകയാണ്. നീ ദൈവത്തിന്റെ വകയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിനക്കൊരു അപ്പനുണ്ടെങ്കിൽ ആരാണ് ചോദിക്കേണ്ടത്? വീട്ടിൽ വഴക്കുണ്ടാകുന്നു, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നു, വഴക്കുണ്ടാകുന്നു, വഴിയിൽ വെച്ച് വഴക്കുണ്ടാകുന്നു, കൗമാരക്കാർ, യൗവനക്കാർ, ആരാണ് ചോദിക്കാൻ പോകുന്നത്? വലിയ വഴക്കുകളാകുമ്പോൾ ആര് ചോദിക്കും? മാതാപിതാക്കൾ ചോദിക്കും. അതുപോലെ ദൈവത്തിന്റെ പൈതലേ, നിനക്കൊരു അപ്പനുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ആ അപ്പനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ആശ്രയിക്കുന്നുവെങ്കിൽ, അടുത്ത് ജീവിക്കുന്നുവെങ്കിൽ, അല്ല നിന്റെ ജീവിതത്തിൽ തിന്മ ചെയ്തിട്ടല്ല നീ തിന്മ അനുഭവിക്കുന്നതെങ്കിൽ, നീ നന്മ ചെയ്തിട്ടാണ് ഈ ദോഷം തിന്മ നീ അനുഭവിക്കുന്നതെങ്കിൽ നീ എന്ത് ചെയ്യണം? അപ്പന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൻ എന്ത് ചെയ്തോളും? ദൈവം പ്രതികാരം ചെയ്യുമെന്ന് തന്നെ എഴുതിയിരിക്കുന്നു. കാരണം കർത്താവ് പറയുന്നു, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഈ വചനത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് ശക്തിയോട് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്ന് ശത്രുക്കളോട് പ്രതികാരം ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ തന്നെ നോക്കാം. ശൗലിനെ ഭയന്ന് ദാവീദ് ഓടി നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ പല രാജ്യങ്ങളിൽ, ഫെലിസ്തീൻ ദേശത്ത് പോയി പോലും അഭയം തേടിയ ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഫെലിസ്തീൻ ദേശത്തിന്റെയും സിറിയ ദേശത്തിന്റെയും ഒക്കെ അതിരുകളിൽ, ബൗണ്ടറികളിൽ, നോൺ മാൻ സോണിൽ എന്ന് പറഞ്ഞാൽ ആരും താമസിക്കാത്ത വിജനമായ പ്രദേശങ്ങൾ, ഗുഹകളിലും കാടുകളും ഒക്കെ ദാവീദും തന്റെ കൂടെയുള്ളവരും ആയിരുന്നുവെന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം പ്രത്യേകമായി എഴുതിയിരിക്കുന്നു. 2 പ്രാവശ്യം ശൗൽ എന്ത് ചെയ്തു? ദാവീദിനെ എങ്ങനെയെങ്കിലും അങ്ങനെ ചിലർ നശിപ്പിച്ചേ അടങ്ങൂ, അപമാനിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചിലരുണ്ട്. നിന്റെ നാശം കാണുവാനായിട്ട് കാത്തിരിക്കുന്ന ചിലരുണ്ട്, കൂട്ടത്തിലുള്ളവരും ഉണ്ട്. എങ്ങനെങ്കിലും നശിച്ചു പോകണമെന്നുണ്ട്. സഹോദരവർഗങ്ങളുടെ ഇടയിലുള്ളവരുണ്ട്, സഭയിലും ഇങ്ങനെയുണ്ട്. എങ്ങനെങ്കിലും തലതെറിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ നിന്റെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവരെ നിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് തന്ന് ദൈവം ടെസ്റ്റ് ചെയ്യും. ദാവീദിന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ദാവീദ് തന്റെ സൈന്യങ്ങളിൽ നിന്ന് ഏറ്റവും ശക്തന്മാരും കഴിവുള്ളവരുമായിട്ട് സ്പെഷ്യൽ ഫോഴ്സിനെ ഉണ്ടാക്കി ദാവീദിനെ പിന്തുടർന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഇങ്ങനെ ഈ പ്രത്യേകമായ ഈ സൈന്യവുമായി എങ്ങനെങ്കിലും ദാവീദിനെ ഒടുക്കണമെന്ന് പറഞ്ഞ് ശൗൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ 2 പ്രാവശ്യം ദാവീദിന്റെ മുമ്പിൽ നിരായുധനായി ശൗലിനെ ദൈവം അല്ലെങ്കിൽ അങ്ങനെ ആക്കി. ഈ 2 പ്രാവശ്യവും ദാവീദിന്റെ മെയ്ക്കാവൽക്കാരനായിരിക്കും എന്ന് പറഞ്ഞ ആയുധവാഹകനായിരിക്കുന്ന അബിഷായ് എന്ന് പറഞ്ഞാൽ തന്റെ പെങ്ങളുടെ മകനാണ്. 2 പെങ്ങന്മാരുടെ അതിൽ ഒരാളുടെ മകൻ അബിഷായി ദാവീദിനോട് പറഞ്ഞു, നിന്റെ ശത്രുവ കിടക്കുന്നേ, ഇവനിപ്പം നമ്മുടെ നിരായുധനായി ഇവിടെ കിടക്കുകയാണ്, ഇവൻ ഉറങ്ങുകയാണ്, ഇവനെ ഒരൊറ്റ കുത്തിന് നീ എന്ത് ചെയ്യണം? നീ ആ വാള് കൊണ്ട് ഒരൊറ്റ വെട്ടിന് ഇവനെ കൊന്നു കഴിഞ്ഞാൽ രാജസ്ഥാനം നടക്കുക. ദാവീദ് പറഞ്ഞു, പാടില്ല, ദൈവമാണത് ചെയ്യേണ്ടത്, ഞാനല്ലത് ചെയ്യേണ്ടത്. ദൈവത്തിന്റെ പൈതലേ, ആമീസൂത്ര രാജസ്ഥാനത്തിന് അർഹനായി ദൈവത്താൽ അഭിഷിക്തനായ ഒരു ദൈവമനുഷ്യൻ ചുമ്മാതല്ല ഇവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരം നടന്നെന്ന് കർത്താവ് തന്നെ പറയുന്നത്. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളത് ദാവീദിന് അറിയാമായിരുന്നു. ദൈവമാണത്, ദൈവം തീരുമാനിച്ചിരുന്നു.
ദൈവം തന്നെ ചെയ്യുമെന്ന് ആർക്കറിയാമായിരുന്നു? ദാവീദിന് അറിയാമായിരുന്നു. കാരണം ദൈവത്തിന്റെ ഹൃദയപ്രകാരം നടക്കുന്ന മനുഷ്യരറിയത്തില്ലേ ദൈവത്തിന്റെ ഹൃദയത്തിൽ കൂടെ എന്തൊക്കെയാ ചിന്തകൾ കടന്നു പോകുന്നതെന്ന്. അപ്പോൾ ദാവീദിന് അറിയാമായിരുന്നു ഇവൻ വീഴേണ്ടത് എന്റെ കയ്യിലല്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടെ ഒരു തടസ്സം നിൽക്കുന്ന എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ അഭിഷേകം അവന്റെ മേലുണ്ട്. അവൻ ആ അഭിഷേകത്തെ ഭയപ്പെട്ടെ. ശൗൽ എന്ന് പറയുന്ന കീടത്തെ അല്ല ഭയപ്പെട്ടെ, അല്ലെങ്കിൽ തന്റെ അമ്മായിയപ്പനെ അല്ല ഭയപ്പെട്ടെ. കാരണം അവന്റെ മുമ്പിൽ ഗോലിയാത്ത് പോലും ഒന്നുമല്ല. പിന്നെ ഈ പേടിത്തൊണ്ടനായിരിക്കുന്ന ശൗലാരാ? ഒന്നുമല്ല. ശൗലിന് എന്തൊരു മേന്മയുള്ളത്? അവന് രാജസ്ഥാനത്ത് ഒരു യൗവനക്കാരനായിരുന്ന സമയത്ത് രാജസ്ഥാനത്ത് അവന് ശമൂവേൽ അഭിഷേകം ചെയ്യുമ്പോൾ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് തോൾ മുതൽ പൊക്കം ഇച്ചിരി കൂടുതൽ എന്നേ ഉള്ളൂ. അതായത് 1 അടി 2 അടി നീളക്കൂടുതൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അതായിരുന്നു അവന്റെ യോഗ്യത. അപ്പൊ പിന്നെ ദാവീദ് എന്തിനു ഭയപ്പെടണം? പക്ഷെ ദാവീദ് പറഞ്ഞു പാടില്ല, അവൻ യഹോവയുടെ അഭിഷേകത്തിനോട് ഭയപ്പെടണം. ദൈവത്തിന്റെ പൈതല് ഭയപ്പെടണം. നിന്റെ മുന്നിൽ നിൽക്കുന്ന ആരാണെന്ന് ഭയപ്പെടണം. നിനക്ക് തിന്മ ചെയ്യുന്നവനായിരിക്കും, നിനക്ക് ദോഷം ചെയ്യുന്നവരായിരിക്കും, ആമീസോ നിന്റെ നന്മയ്ക്ക് എതിരായിരിക്കും നിൽക്കുന്നത്. പക്ഷെ നീ എന്നെ പ്രതികാരം ചെയ്യേണ്ട ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. കാരണം കർത്താവ് പറഞ്ഞു പ്രതികാരം എനിക്കുള്ളത്. പ്രതികാരം ദൈവത്തിൻ്റെതാണ് കേട്ടോ, നിന്റെതല്ല. ദൈവത്തിന്റെ അവകാശത്തിന്മേൽ ചാടിക്കയറി നീ കൈവെക്കാൻ പാടില്ല. അവിടെ നിനക്ക് തെറ്റുപറ്റുന്നുണ്ട്. അവിടെയാ നിനക്ക് തെറ്റുപറ്റുന്നു, എനിക്ക് തെറ്റുപറ്റുന്നു. കാരണം കർത്താവ് പറയുന്നു അത് എന്റെ അധികാര പരിധിയിൽ, ഇറ്റ് ഈസ് ഓൺ മൈ ഡൊമനിയൻ. അത് എന്റെ അധികാര പരിധിയിലുള്ളതാണ്, നിന്റെതല്ല. പ്രതികാരം ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ പൈതല് നിന്റെ അധികാര പരിധിയിൽ ഉള്ളതല്ല, ബിയോണ്ട് യുവർ കൺട്രോൾ. പക്ഷെ അത് ചെയ്യേണ്ടത് സർവശക്തനായ ദൈവം. അവനത് തക്ക സമയത്ത് അവനത് ചെയ്യുമ്പോൾ നീ എന്ത് ചെയ്തു? ദൈവത്തോട് ചേർന്ന് നന്മ ചെയ്ത് അവൻ ചെയ്ത തിന്മയെ നീ ജയിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ്, ക്ലിയർ ആണ്, ക്ലാരിറ്റി ഉള്ളതാണ്. ആമീസൂത്രം അതിൽ കൂടെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, നീ അല്ല പ്രതികാരം ചെയ്യണം, നീ എന്ത് ചെയ്യണം? തിന്മയെ നന്മയാൽ ജയിക്കണം. നീ തിന്മയെ നന്മയാൽ ജയിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? പ്രതികാരം ചെയ്യുവാൻ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം, അവന് വിട്ടുകൊടുക്കണം. ദൈവം ചെയ്യട്ടെ, ലെറ്റ് ഹിം ഡു. അവന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് കാത്തിരിക്കാം. നിനക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യുമെന്ന് നീ കാത്തിരിക്കാം. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തിരിക്കുന്നുവെന്ന് നീ ഓർത്തു കൊള്ളണമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ഒരു കാലം നിന്റെ മുമ്പിൽ വരുന്നു. ദൈവത്തിന്റെ പൈതലേ, തിന്മയെ നന്മയാൽ ജയിക്കുവാൻ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കും.